3 പീസും വെട്ടി വെച്ചതിന് ശേഷമുള്ള ബാക്കി ക്ലോത്താണത്. ഈ ക്ലോത്തിൽ നിന്നാണ് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു പാർട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അളവൊക്കെ കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത ഒരു പീസാണത്. നിങ്ങൾ ഈ പീസ് കട്ട് ചെയ്യുമ്പോൾ, ഈ പീസിൻ്റെ എക്സ്ട്രാ പീസ് കട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗത്തുനിന്ന് കുറച്ച് ഇറക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഒന്നുകിൽ നിങ്ങൾ ഇവിടുന്ന് തയ്യൽ തുമ്പ് എടുക്കുകയാണ് വേണ്ടത്. അതല്ല എങ്കിൽ ഇതിൻ്റെ താഴെയുള്ള നമ്മൾ മറ്റേ പീസ് ഉണ്ടല്ലോ, എക്സ്ട്രാ പീസ് വേറെ മാറ്റി വെച്ച പീസ് ഉണ്ട്, അതിൻ്റെ മേലേക്കുള്ള തയ്യൽ തുമ്പ് എടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് തയ്യൽ തുമ്പ് എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. ഞാനിപ്പോൾ ഇവിടെയാണ്, കുഞ്ഞു കുട്ടി ആയതുകൊണ്ട് തന്നെ മോളുടെ ഈ ഒരു ഭാഗങ്ങൾ കണ്ടതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്താണ് കൂടുതൽ പീസ് എടുത്ത് കട്ട് ചെയ്തത്. നമുക്ക് ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് വരാം. നമ്മുടെ കട്ടിങ് ഫുള്ള് കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ള് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഷിഫ്റ്റ് നെറ്റ് കട്ട് ചെയ്യാനുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഷിഫ്റ്റ് നെറ്റ് കൊണ്ടും ഈ ഒരു ഫ്രോക്ക് തയ്ക്കാൻ പറ്റും. ഷിഫ്റ്റ് നെറ്റ് അല്ലാതെ, ഷിഫ്റ്റ് നെറ്റ് ഒട്ടും വേണ്ടാതെ തന്നെ നമുക്കൊരു ക്രിനോലിൻ്റെ റിങ് ഉണ്ട്. ആ റിങ് വെച്ചിട്ട് ഹോപ്പ് സ്കേർട്ട് പോലെ ചെയ്തിട്ട് ഈ ഒരു സ്കേർട്ട് തയ്ക്കാൻ, നമുക്ക് സ്കേർട്ടല്ല, ഈ ഒരു ഫ്രോക്ക് നമുക്ക് തയ്ക്കാൻ പറ്റും. അപ്പോൾ കട്ടിങ് ഫുള്ളായിട്ട് കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല. ആദ്യം നമുക്ക് ഈ ഇതുവരെ കട്ടിങ് ചെയ്തതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ചെയ്ത് തീർത്ത് വെക്കാം. ആദ്യം ഇത് ഫ്രണ്ടിലെ പീസാണ്. ഈ ഫ്രണ്ടിലെ പീസിന് നമ്മൾ ഇതെങ്ങനെയാണ് ഫസ്റ്റിൽ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് ശേഷം ബാക്കിൽ സ്റ്റിച്ച് ഉണ്ട്, അത് സിബ് വെച്ചിട്ടുള്ളതാണ്. അതും കൂടി ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വരാം. ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ക്രോസ് പീസാണ്. ഫ്രണ്ടിലെ നെക്കിന് വെക്കാനായിട്ടുള്ള ഒരു ക്രോസ് പീസാണ് നമുക്ക് വേണ്ടത്. ഫ്രണ്ടിലെ പീസിന് മാത്രമല്ല, ഫ്രണ്ടിലെ പീസിൻ്റെ ആം ഹോളിലും കൂടി നമുക്ക് വെക്കണം. അതിൻ്റെ ക്രോസ് പീസാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ കട്ട് ചെയ്തതിൻ്റെ തന്നെ വേസ്റ്റ് പീസ് ഉണ്ട്. ആ വേസ്റ്റ് പീസിൽ നിന്ന് ക്രോസ് പീസ് എനിക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ആ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു സ്ക്വയർ പീസിൻ്റെ ഈ 2 സൈഡിലുള്ള വശങ്ങളാണ് ക്രോസ് എന്ന് പറയുന്നത്. ഈ 2 വശങ്ങൾ ഉണ്ടല്ലേ, ഇവിടുന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാലും ക്ലോത്ത് വലിയില്ല, ഇങ്ങനെ വലിച്ചാലും വലിയില്ല, മറിച്ച് ഈ ഒരു രീതിയിൽ വലിച്ചു കഴിഞ്ഞാൽ ക്ലോത്ത് വലിയും. അപ്പോൾ ആ ഭാഗമാണ് നമുക്ക് ക്രോസ് പീസായിട്ട് കിട്ടേണ്ടത്. അതിൽ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് അളവെന്ന് പറയാനൊന്നുമില്ല. നീളം എത്രയാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നീളമാണ്. നമുക്ക് നെക്കിൻ്റെ റൗണ്ടിനനുസരിച്ചുള്ള നീളം. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ആംഹോളിന് ക്രോസ് പീസ് വെക്കുന്നുണ്ട്, ബാക്കിലെ ആംഹോളിന് ക്രോസ് പീസ് വെക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള നീളമാണ് എടുക്കേണ്ടത്. ഇനി വീതിയുടെ കണക്ക് വയ്ക്കുമ്പോൾ ഒറ്റ ഇഞ്ച് മാത്രം മതി. വീതി എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ 1 ഇഞ്ച് മാത്രം വീതി മതിയാവും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവെടുത്ത് നമ്മൾ ബുദ്ധിമുട്ടണമെന്നില്ല. എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുക എന്നുള്ള പേടിയൊന്നും വേണ്ട. നീളത്തിലിങ്ങനെ 2 പാർട്ടാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച്, ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി, എളുപ്പമായിട്ട് കിട്ടും. പിന്നെ ടേപ്പ് വെച്ച് നിങ്ങളിങ്ങനെ 1 ഇഞ്ച് 1 ഇഞ്ച് 1 ഇഞ്ചായിട്ട് കണക്ക് കൂട്ടി ബുദ്ധിമുട്ടൊന്നും വേണ്ട. നമ്മുടെ വിരലിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളൊരു സ്പേസ് ഉണ്ടല്ലേ, ഇത്രയും മതി. ഈ 1 ഇഞ്ച് എന്നുള്ളത് 1.25 അല്ലെങ്കിൽ വെറും 3/4 എന്ന് വരുത്തിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വല്ലാതെ ചെറുതാവാനും വല്ലാതെ വലുതാവാനും പാടില്ലാത്ത രൂപം. ഇപ്പോൾ ഫ്രണ്ടിലെ ആം ഹോളിനുള്ളത് മാത്രമായിട്ടുള്ളൂ എന്ന് കരുതുന്നു. 2 പീസും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി വന്നു കഴിഞ്ഞാലും കുറേ ഉണ്ടല്ലോ. ഓക്കെ, ഇത് ഇങ്ങനെ 4 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. 4 പീസ് കൂടുതലാണ്, എന്നാലും 4 പീസ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു പീസിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്രോസ് പീസ് ഉണ്ട്, ആ ക്രോസ് പീസ് എടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടിലെ നെക്ക് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതിനെ കറക്റ്റ് ലെവലിൽ ഇങ്ങനെ വെച്ചിട്ട് ചുറ്റും അടിക്കുക, എന്നിട്ട് മറിച്ചടിക്കുകയാണ് വേണ്ടത്. അത് നമുക്ക് ചെയ്തിട്ട് വരാം. നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ ക്രോസ് പീസിനെ വലിച്ചു പിടിച്ച് തയ്ക്കരുത്. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള വൃത്തി, അത് ഇത്തിരി സമയം എടുത്തിട്ടാണെങ്കിലും വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ,
നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും സ്റ്റിച്ചിന് വൃത്തികേട് എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അഴിച്ചെടുക്കാനുള്ളൊരു ക്ഷമ കാണിക്കാം. അത് അഴിച്ച് എനിക്ക് വൃത്തിയാക്കി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിച്ച് നോക്കാം. അവിടെയാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ വൃത്തി വരികയുള്ളൂ. ഓക്കെ, നമുക്ക് തന്നെ സ്റ്റാർട്ടിങ്ങിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം കണ്ടു എന്നുണ്ടെങ്കിൽ നമുക്ക് അഴിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ ടച്ച് ചെയ്യാത്ത വിധത്തിൽ ചുറ്റുഭാഗം അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ക്ലോത്തിനെ നമ്മുടെ ക്രോസ് പീസിനെ പുറത്തേക്ക് വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റുഭാഗം അങ്ങനെ ഒന്ന് പതിച്ച് തയ്ക്കാം. ഈ രീതിയിൽ ഫ്രണ്ടിൽ പീസിൻ്റെ ചുറ്റുഭാഗം തയ്ച്ചിട്ടുണ്ട്. ഇനി ഉള്ളിലേക്ക് മടക്കിയിട്ട് വീണ്ടും തയ്ക്കാം. കണ്ടില്ലേ, നമുക്ക് ഈ 1 ഇഞ്ച് മതി എന്ന് പറയാൻ കാരണം ഈ 1 ഇഞ്ച് തന്നെ ധാരാളമാണ്. ഇതിൽ 1-1.5 ഇഞ്ചൊക്കെ ആയി കഴിയുമ്പോൾ ഇവിടെ മടക്കുമ്പോൾ എക്സ്ട്രാ കൂടുതൽ ക്ലോത്ത് വരും. വീണ്ടും നമ്മളത് വെട്ടി കളയാൻ നിൽക്കണം. ചിലരത് വെട്ടി കളയിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുമ്പോൾ അവിടെ നെക്കിൻ്റെ റൗണ്ട് ഷേപ്പ് നമുക്ക് വൃത്തിയായിട്ട് കൊടുക്കില്ല. അപ്പോൾ അത് കറക്റ്റ് ലെവലിൽ ഒന്നുകൂടി കാണിക്കാം. നമ്മളിവിടുന്ന് പുറത്തേക്ക് പതിച്ച് തയ്ച്ചു. അതിന് ശേഷം ക്ലോത്തിനെ ഒരു മടക്ക് ആദ്യം മടക്കി വീണ്ടും ഒരു മടക്ക് കൂടി ഇങ്ങനെ മടക്കാം. കണ്ടോ, ഈ ഒരു ലെവലിൽ. എന്നിട്ട് ഇതിൻ്റെ ചുറ്റുഭാഗം തയ്ക്കാം. എനിക്കിപ്പോൾ ഞാനിപ്പോൾ പുറത്തേക്ക് ഈ ഒരു ഭാഗമാണ് ഞാൻ പുറത്തേക്ക് വെക്കാൻ വേണ്ടി പോകുന്നത്. അത് തയ്ച്ച ശേഷം അതിൻ്റേതായ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. ആ ഒരു ഇതിപ്പോൾ നമുക്ക് ഫിനിഷിങ് ആണ്, കുഴപ്പമില്ല, കറക്റ്റ് റൗണ്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്, പൊങ്ങി നിൽക്കുന്നൊന്നുമില്ല. എങ്കിലും ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. ചൂടാക്കി വെച്ച തേപ്പൊട്ടാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. നെറ്റ് ഫാബ്രിക്കാണ്, അതുകൊണ്ട് ഓവർ ചൂട് പാടില്ല. അത് നോക്കിയിട്ട് വേണം തേക്കാൻ കേട്ടോ. ചെറുതായിട്ടൊന്ന് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ സൈഡ് ഭാഗത്തുള്ള സ്റ്റിച്ചാണ്, സൈഡ് ഭാഗത്തുള്ള നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടി ഇടുന്ന ഭാഗമാണത്. ചെറുതായിട്ടൊന്ന് വെച്ചപ്പോൾ ജസ്റ്റ് ചൂട് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ചെറിയൊരു ചൂട്ടിൽ ചെയ്താൽ മതി. ഓക്കെ, കാരണം അത് റൗണ്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തേച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൃത്തിയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എങ്കിലും ചൂട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എണീറ്റ് തേക്കുക, അല്ലെങ്കിൽ എണീച്ച് കറക്റ്റ് ഹുക്ക് വെക്കാൻ വേണ്ടി എണീക്കുക. ചില സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എണീക്കുന്ന മടിക്കുക നമ്മളത് പിന്നത്തേക്ക് വെക്കും. അപ്പോൾ അങ്ങനെ പിന്നത്തേക്ക് വെക്കുമ്പോഴാണ് അതിൻ്റെ ഫിനിഷിങ്ങിൽ വൃത്തികേടായിട്ട് തോന്നുന്നത്. അതാത് സമയത്ത് ചെയ്യേണ്ടത് അതാത് സമയത്ത് തന്നെ ചെയ്തു പോവാം. അപ്പോൾ ലാസ്റ്റ് സമയത്ത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എല്ലാം അടിപൊളിയായിട്ട് കിട്ടും. നമ്മൾ സ്റ്റിച്ചിങ്ങിനേക്കാൾ ഒരു പ്രത്യേക വൃത്തി അതിന് തോന്നും. ഓക്കെ.